കൗതുകത്തിന്റെ കൂട്ടുകാർക്ക് ഞാനിന്നൊരു ചീരത്തോരൻ വെച്ച് തരട്ടെ. വീട്ടിലെ ചീരയാണ് കേട്ടോ. പറിച്ചും അരിഞ്ഞും കഴിഞ്ഞപ്പോഴാ ഓർത്തത് വീഡിയോ എടുത്താലോ എന്ന്. അതുകൊണ്ട് ബാക്കിയുള്ള പ്രോസസ്സിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ തോരൻ. ചീനിച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയും പച്ചമുളകും വേപ്പിലയും ചേർത്ത് ഇളക്കാം. അത് മൂത്ത് വന്നു കഴിയുമ്പോൾ ആദ്യം അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ടെടുത്തിടാം. തണ്ടിന് വേവ് കൂടുതലാണല്ലോ. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം കുറച്ച് സമയം നമുക്കത് മൂടി വെച്ച് വേവിക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തോരൻ ആവശ്യമായ തേങ്ങ ഒതുക്കിയെടുക്കാം. ചിരകിയ തേങ്ങയിലേക്ക് പച്ചമുളക്, ഉള്ളി, വേപ്പില, ജീരകം, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകൂട്ടോ. ഈ ഒതുക്കിയ തേങ്ങ വെന്ത് വന്ന ചീരത്തണ്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീരത്തണ്ട് മുഴുവനായും വേകാൻ നിൽക്കണ്ടേ, പാതി വേവായാൽ മതി. വീണ്ടും മൂടി വെക്കാം. ഒതുക്കിയ തേങ്ങയും പകുതി വേവാകാൻ വെക്കുക. അതിനുശേഷം നമുക്ക് കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലകൾ ചേർത്ത് കൊടുക്കാം. ചീരയിലയും വാടാൻ കുറച്ച് സമയം വെച്ച ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ സൂപ്പർ ഈസി ചീരത്തോരൻ റെഡി.